എല്ലാവർക്കും മെഡിക്കൽ ജർമ്മന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേക്ക് ആയിട്ടുള്ള ജർമ്മൻ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും ഇത്തരം ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏജൻസികളും അതുപോലെ തന്നെ വ്യക്തികളും ഉണ്ട്. അപ്പൊ ഇത്തരം ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ വെച്ച് വന്നാല് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ജോലിക്കും ഇത് ബാധിക്കോ, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ജോലിയിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും മുതലായുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ എംബസിയിൽ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് വെക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്ക് വരാനും ജോലി കിട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ജോലി കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സാധാരണ എല്ലാവരെയും പോലെ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുശേഷം ജോലിക്ക് കയറിയതിന് ശേഷം കുറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആദ്യത്തെ കാര്യം, നമുക്ക് ഇവിടെ ഫുൾ ആക്സെപ്റ്റൻസ് കിട്ടാനും ചാൻസ് ഉണ്ട്, ഹാഫ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഫുൾ ആക്സെപ്റ്റൻസോട് കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നേഴ്സുമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് നമ്മൾ ജോലിക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ലാംഗ്വേജ് ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ, ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ഇവിടെ വന്ന് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് വളരെ കുറച്ച് നാളത്തേക്ക് വളരെ സന്തോഷമായിരിക്കും നമുക്ക് ജോലി കിട്ടിയതിൻ്റെ ഒക്കെ. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുവാണ്, അല്ല ഞാൻ മറ്റുള്ളവരെ കണ്ട ഒരു അനുഭവത്തിൽ ഞാൻ പറയുവാണ്, ഈ സന്തോഷം വളരെ കുറച്ച് നാൾ ഉണ്ടാവുള്ളൂ. പിന്നീടായിരിക്കും നമ്മൾ ജോലിയിൽ കയറി 1-2 മാസം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് നമ്മൾ ജർമ്മനിയിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോൾ ഈ ജർമ്മൻസ് നമുക്ക് പേഷ്യൻസിന് നമുക്ക് ആദ്യമൊന്നും തരില്ല, നമ്മുടെ ലാംഗ്വേജ് ഒക്കെ സെറ്റായി പേഷ്യൻസിന് ഒറ്റയ്ക്ക് എടുക്കാവുന്ന കേപ്പബിൾ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് വാർഡ് ഇൻചാർജ് ഒക്കെ ആയി നമ്മൾ ആക്കുള്ളൂ, അല്ലെങ്കിൽ പേഷ്യൻസിന് തരുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനിവിടെ ജർമ്മനിയിൽ ഒരു 6 വർഷമായി. അതുപോലെ തന്നെ എനിക്ക് ഈ 6 വർഷത്തിലുള്ള കുറെ നേഴ്സുമാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുകയാണ്, ഇത് നമുക്ക് 100% ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറിയിട്ട് 2-3 ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് ഒറ്റയ്ക്ക് പേഷ്യൻസിന് തന്നൂന്ന് മാത്രമല്ല, ആ ഒരു ഷിഫ്റ്റില് ഞാൻ മാത്രമായിരുന്നു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ളത്. ബാക്കി 2-3 ഹെൽപ്പർമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ സമയത്ത് നമുക്ക് ഡോക്ടർമാരെ വിളിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ ഡോക്ടർമാർ വിസിറ്റ് വരുന്നെങ്കിൽ നമ്മൾ പേഷ്യൻസിന്റെ കൂടെ നമ്മളായിരിക്കണം ഡോക്ടർമാരോട് സംസാരിക്കാൻ വേണ്ടി പോണത്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഈ 3 ആഴ്ച കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ B2 കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് പോലും എനിക്ക് ആ സമയത്ത് ഭയങ്കര സ്ട്രെസ് ഒക്കെ ആയിരുന്നു, ലാംഗ്വേജിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിൽ വരുന്ന ആൾക്കാരുടെ ഒരു മാനസിക അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. അത്രയും സ്ട്രെസ്സാണ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് B2 പഠിച്ച് വന്നിട്ട് ഇവിടെ ജോലിക്ക് കയറിയിട്ടും നമ്മുടെ കൂടെയുള്ള ജർമ്മൻ സ്റ്റാഫുമാരെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കായിരുന്നു, നീ എവിടെയാ പഠിച്ചത്, ലാംഗ്വേജ് നാട്ടിൽ നിന്നാണോ ഇവിടെ നിന്നാണോ എന്ന്. കാരണം നമ്മൾ മെഡിക്കൽ ജർമ്മനൊന്നും അങ്ങനെ പഠിക്കുന്നില്ലല്ലോ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ B2 കഴിഞ്ഞ് വന്ന എന്നോട് തന്നെ ഒരു സംശയമായിരുന്നു അവർക്ക്, നമ്മൾ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഈ ലാംഗ്വേജ് ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വരുന്നവരുടെ കാര്യം ഇങ്ങനെ പറയാനില്ലല്ലോ. ഇനി ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് ഡൗട്ട് തോന്നി ഇവരൊരു എൻക്വയറി ഒക്കെ നടത്തി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നീട് അത് കേസാവാനോ നമ്മൾ വലിയൊരു ഫൈനൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ അവിടെ ആ ജോലി സ്ഥലത്ത് നമ്മൾ നിർത്തണമെന്നില്ല, നമ്മൾ വേറെ ജോലി കണ്ടുപിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് വിസ ഇല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. പിന്നീട് ഒരു റീ എൻട്രി വെച്ചിട്ട് ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് ജോബിന് വരാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എത്രമാത്രം പോസിബിൾ ആവുന്നു. ഇനി എനിക്ക് അറിയാവുന്ന ഒരു അനുഭവം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകൊച്ച് ഇതുപോലെ തന്നെ ജർമ്മനിയിലല്ല, ജർമ്മനിയുടെ ആ ഒരു അയൽ രാജ്യത്തായിരുന്നു അവൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അവൾക്ക് ശേഷം ജർമ്മനിക്ക് വരാനായിട്ട് തോന്നി. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് കുറെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇങ്ങനെ തമാശ എന്ന് പറയുന്നത്, ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അവൾക്ക് ജർമ്മനിയിൽ തന്നെയാണ്. ജർമ്മനിയിലത്തെ ജർമ്മൻകാരുടെ ഒരു ഏജൻസിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ അവിടെ ജോലിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ജർമ്മൻ ഒട്ടും പഠിച്ചിട്ടില്ല എന്നല്ല, അവളുടെ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് ആയിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പേഷ്യൻസിനോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പേഷ്യൻസ് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള വൊക്കാബുലറി പോലും ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആകെ ഒരു മാസമൊക്കെ ഈ ജർമ്മൻകാരുടെ കൂടെ ഇവളെ ഡ്യൂട്ടിക്ക് ഇട്ടു. അതായത് ഇവിടുത്തെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ ഐനാർ മാറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മളെ ഈ ഇവിടുത്തെ കൾച്ചറും അല്ലെങ്കിൽ അവിടെ ജോലി കാര്യങ്ങളും പേഷ്യൻസിനും അല്ലെങ്കിൽ അവിടുത്തെ ജോലിപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസമൊക്കെ നമ്മൾ വേറൊരു ജർമ്മൻ സ്റ്റാഫിന്റെ കൂടെയാണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഇടുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സ്റ്റാഫായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് പേഷ്യൻസിന് തരുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം എനിക്ക് മൂന്നാഴ്ച അങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. ഇവിടെ ഒരു മാസത്തോളം ഒരു ജർമ്മൻ സ്റ്റാഫിന്റെ കൂടെ ഇട്ടു ട്രെയിൻ ചെയ്യിപ്പിച്ചു. പിന്നീട് നമുക്ക് ഇവര് നോക്കുമ്പോൾ ഇവർക്ക് ഫുൾ സാലറിയാണ് കിട്ടുന്നത്. രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ് ഇവരുടെ ഷീൽഡും എഴുതിയേക്കുന്നത്, അതായത് നെയിം എഴുതിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുറുമുറുപ്പുണ്ടായി ബാക്കിയുള്ള ജർമ്മൻ സ്റ്റാഫ്മാരുടെ ഇടയിൽ. കാരണം ഇവൾക്ക് വേണ്ടി എല്ലാ ജോലി എടുക്കുന്നത് ബാക്കി ജർമ്മൻ ഹെൽപ്പർമാരും അതുപോലെ തന്നെ ഇവിടെ കൂടെയുള്ള സ്റ്റാഫ്മാരാണ്. പക്ഷെ സാലറി കിട്ടുന്നത് ഈ ഹെൽപ്പർമാരെക്കാളും കൂടുതലുള്ള സാലറി ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സംസാരം അവിടെ പിന്നീട് വന്നു. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ജർമ്മൻ സ്റ്റാഫ്മാരുടെ സപ്പോർട്ടൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോ ഇവളെ ഒറ്റയ്ക്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈവനിങ് ഡ്യൂട്ടിയിൽ വേറൊരു ജർമ്മൻ സ്റ്റാഫും കൂടി ഉണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം ലീവൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഷിഫ്റ്റ് മാറും, മോർണിംഗ് ഷിഫ്റ്റിലേക്ക് മാറും. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഈവനിങ്ങിൽ ഒറ്റയ്ക്കാവും. അങ്ങനെയൊക്കെ ഇവര് ജർമ്മൻകാർ തന്നെ പണി കൊടുത്തു തുടങ്ങി. പിന്നെ മാനേജ്മെന്റിനോട് കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങി ഇവളെ കുറിച്ച്. ആദ്യമൊക്കെ മാനേജ്മെന്റ് കണ്ണടച്ച് നിന്നു ശരിയാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ 1-2 ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി, ആകെ കൊളായി. ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ ഒരു പേഷ്യന്റ് വീണു. ഇവളുടെ ഷിഫ്റ്റിന്റെ സമയത്താണ് വീണത്. ഇവിടെ ഒറ്റയ്ക്കായിരുന്നു സ്റ്റാഫ് നേഴ്സ് ആയിട്ട്. അപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റ് വീണാലൊക്കെ നമ്മൾ അത് പ്രത്യേകം ഡോക്യുമെന്റ് ചെയ്യണം. കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ, പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ സമയം ഡേറ്റും എങ്ങനെയാണ് പേഷ്യന്റ് വീണത് മുതലായ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റിന് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഡോക്ടർമാരെയും അറിയിക്കണം. അപ്പൊ ഇവൾക്ക് ലാംഗ്വേജിന്റെ പ്രശ്നമുള്ള കാരണം ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാല് അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടറെ അറിയിച്ചില്ല, ഇതുപോലെ തന്നെ ഡോക്യുമെന്റും ചെയ്തില്ല. പിന്നീട് വന്ന ഷിഫ്റ്റ് നേഴ്സാണ് ഇത് ശ്രദ്ധിച്ചത്. അങ്ങനെ പേഷ്യന്റിനോട് ചോദിച്ചപ്പോൾ പേഷ്യന്റ് പറഞ്ഞു ഞാനിങ്ങനെ വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല പെയിൻ ഉണ്ട്, ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് വലിയൊരു പ്രശ്നമായി. പിന്നീട് വന്ന ഷിഫ്റ്റിലെ നേഴ്സ് ഡോക്ടറെ അറിയിച്ചു, പേഷ്യന്റിന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ റിലേറ്റീവ്സ് അറിഞ്ഞു. നോക്കുമ്പോൾ ഈ പേഷ്യന്റിനെ ഡോക്ടർ എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമ്മൾ ഈ ഡോക്യുമെന്റ് ചെയ്തില്ലേ അതിന്റെ ഒരു കോപ്പിയും കൂടെ അയക്കണം, കാരണം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമായി. മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോ വേറെ നിവൃത്തിയില്ല. മാനേജ്മെന്റ് എന്ത് ചെയ്തു, അവളെ എന്താ പറയാ നാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതായിട്ട് വന്നു. ബി.ടി പഠിച്ച് പാസ്സാവെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലാന്ന് എനിക്കറിയാം. ഞാൻ സെക്കൻഡ് ചാൻസിലാണ് എനിക്ക് ബി.ടി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറയാണ് സിമ്പിൾ അല്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ബി.ടി എഴുതിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നന്നായി ട്രൈ ചെയ്യണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ബി.ടി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള പൈസയും, അതായത് പഠിച്ച് പാസ്സാവാനുള്ള പൈസയും ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള പൈസയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓരോരുത്തർ ചോദിക്കുന്നത് എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ എങ്കിലും ഓരോരുത്തർ പറയുന്നത് 5 ലക്ഷം 6 ലക്ഷം ആണൊക്കെയാണ് ഒരു മൊഡ്യൂളല്ല ഒരു ബി.ടുവിന്റെ എല്ലാ മൊഡ്യൂളിനും വേണ്ടിയിട്ട് ഇവര് ചോദിക്കുന്നത്. അത് ഇവിടുത്തെ നിങ്ങൾ 2 മാസത്തെ സാലറി ഒക്കെയാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നാട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇവിടെ B1 കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് വെച്ചാൽ ഇവിടെ ഇരുന്നോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ B2 കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ സർട്ടിഫിക്കറ്റ് വെച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ പിടിക്കപ്പെടുമോ, എന്തായിരിക്കും, എനിക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ഇവര് ഇത് എൻക്വയറി നടത്തോ, അങ്ങനത്തെ സ്ട്രെസ് ആയിരിക്കും നമുക്ക് ഫുള്ള്. നമ്മൾ കറക്റ്റ് B2 കഴിഞ്ഞ് നാട്ടിൽ പഠിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ലാംഗ്വേജിന് എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയുകയാണെങ്കിലും നമുക്ക് അറിയാം നമ്മൾ പഠിച്ച് വന്നതാണ്, നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഈ ഫേക്ക് ആയിട്ട് വരുന്നവർക്ക് എക്സ്ട്രാ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ സ്ട്രെസ്സും കൂടിയാണ് നമ്മൾ മനസ്സിൽ വെക്കുന്നത്. ഇപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്.
അടുത്തൊരു വീഡിയോയിൽ കാണാം. See you next time.